ഒരു മനുഷ്യൻ തന്റെ തലച്ചോറിന്റെ വെറും 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി അതുമല്ലെങ്കിൽ തന്റെ ബ്രെയിൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല എന്നൊരു കാര്യം. എന്നാൽ വസ്തുത അതല്ല. അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കി വരാം. ശാസ്ത്രീയമായി തന്നെ ഈ ഒരു വസ്തുത തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി തന്റെ തലച്ചോറിന്റെ 100% വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന്. അതായത് ഒരു വ്യക്തിയുടെ തലച്ചോറിലെ കോശങ്ങൾ മുഴുവൻ സമയവും സജീവമായിരിക്കും. ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തലച്ചോറിന് ഏതെങ്കിലും രീതിയിലുള്ള ക്ഷതമോ ചതവോ ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപകടമോ പറ്റിയാൽ തന്നെ വലിയ രീതിയിലുള്ള ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത്. അതായത് പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു ഭാഗം പോലും നമ്മുടെ തലച്ചോറിനില്ല. നമ്മുടെ ശരീരത്തിലെ ആകെ ഊർജത്തിന്റെ 20% തലച്ചോറ് എടുക്കുന്നുണ്ട്. നമുക്ക് അത്രയും അധികം ഉപയോഗമുള്ളത് കൊണ്ടാണ് ഇത്രയധികം ഊർജം നമ്മുടെ തലച്ചോർ സ്വീകരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 10% എന്ന മിഥ്യാധാരണയിലേക്ക് നമ്മുടെ ലോകം എത്തിപ്പെട്ടത്? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വില്യം ജെയിംസ് എന്ന മനുഷ്യശാസ്ത്രജ്ഞൻ മനുഷ്യൻ തന്റെ മാനസിക ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് ഈ ആശയം തെറ്റായി വളച്ചൊടിക്കപ്പെട്ടു. അത് പിന്നീട് 10% എന്ന മിഥ്യയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം മാത്രമല്ല ഇതിലേക്ക് വഴിവെച്ചത്. പലതരത്തിലുള്ള പരസ്യം നിർമ്മിക്കുന്ന കമ്പനികളും സെൽഫ് ഹെൽപ്പ് എഴുത്തുകാരും ജനങ്ങളെ ആകർഷിക്കുവാൻ ഈ 10% എന്നത് ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് ഇദ്ദേഹം 1907 എഴുതിയ ലേഖനത്തിൽ മനുഷ്യൻ തന്റെ മാനസികവും ശാരീരികവുമായ ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ശീലങ്ങൾ കാരണം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പ്രസ്താവിച്ചത്. കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ ജനങ്ങൾ ഈ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. അതായത് അദ്ദേഹം തലച്ചോറിന്റെ ഘടനയെക്കുറിച്ചോ ശതമാനത്തെക്കുറിച്ചോ ഒന്നും തന്നെ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങളാണ് 10%ത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. വൈൽഡർ പെൻഫീൽഡ് ഇദ്ദേഹം ഒരു നാഡീശാസ്ത്രജ്ഞനാണ്. 1930 ഇദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. രോഗികളുടെ തലച്ചോറിൽ നേരിയ രീതിയിലുള്ള വൈദ്യുത പ്രവാഹം നടത്തിക്കൊണ്ടായിരുന്നു ആ ഒരു പരീക്ഷണം. ഈ ഒരു പരീക്ഷണത്തിൽ തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ ഉത്തേജനം നൽകിയപ്പോൾ രോഗികൾ പ്രതികരിക്കുകയുണ്ടായി. അതായത് കൈകാലുകൾ ചലിപ്പിക്കുക, ശബ്ദങ്ങൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതുപോലെ തന്നെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് ഉത്തേജനം നൽകിയപ്പോൾ രോഗികൾ പ്രതികരിക്കാതെയുള്ള അവസ്ഥയും ഉണ്ടായി. എന്നാൽ ശരിക്കും അങ്ങനെയുള്ള ഭാഗങ്ങൾ ചിന്ത, ആസൂത്രണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗമായിരുന്നു. എന്നാൽ ആളുകൾ ഈ ഭാഗങ്ങൾ ഉപയോഗശൂന്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. ഇനി ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടത് ഈ ഒരു കാര്യമാണ്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞുവെന്ന് പരക്കപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു കഥ. അദ്ദേഹവും ഒരു നാഡീശാസ്ത്രജ്ഞനായിരുന്നു. ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഐൻസ്റ്റീൻ തന്റെ സാധാരണ ബുദ്ധിശക്തിക്ക് കാരണം താൻ തന്റെ 10%-ത്തിലധികം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞതായി ഒരു കഥ ലോകമെമ്പാടും പടരുകയുണ്ടായി. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആദ്യകാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തിയ കാര്യങ്ങൾ ജനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോഴാണ് 10% എന്നത് കൂടുതലായി വ്യാപകമായി പരക്കപ്പെട്ടത്. പിന്നെ ലേഖനങ്ങളും എഴുത്തുകളുമെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോഴും. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.